നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഉത്രാളിക്കാവ് പൂരത്തിന് ടൂറിസം വകുപ്പിന്റെ 5 ലക്ഷം. മസ്തകത്തിൽ പരിക്കേറ്റ കാട്ടാന കോടനാടെത്തി. ആനക്കലിയിൽ തൃശൂർ ജില്ലയിൽ 1 മരണം. ഇതടക്കമുള്ള വാർത്തകളുണ്ട് വീണ ന്യൂസിൽ. പരിശോധിക്കാം തലക്കെട്ടുകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ഒടുവിൽ മസ്തകത്തിൽ മുറിവേറ്റ അതിരപ്പള്ളി മേഖലയിലെ കൊമ്പൻ കോടനാട്ടെ അഭയാരണ്യത്തിൽ. കൊമ്പന് വിദഗ്ധ ചികിത്സ നൽകാനുള്ള പദ്ധതി വിജയത്തിൽ. മയക്കുവെടി വെച്ച് പിടികൂടിയ കൊമ്പനെ ഏറെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ കോടനാട്ടെത്തിച്ചു. അതിരപ്പള്ളിയിൽ കണ്ടത് കാടിന്റെ കരുതലും സ്നേഹവും. കൊമ്പനോടൊപ്പം വനപാലകരെ വല്ലാതെ വലച്ച് ഏഴാറ്റുപുറം ഗണപതി. മയക്കുവെടിയേറ്റ് തളർന്നപ്പോൾ കൂട്ടുകാരനെ തുമ്പിയുടെ വലയിലാക്കി സംരക്ഷിക്കാൻ ശ്രമം. പിടിവിട്ടപ്പോൾ മറിഞ്ഞു വീണ കൊമ്പനെ എഴുന്നേൽപ്പിക്കാനും ശ്രമം നടന്നു. വനപാലകരുടെ ഉഗ്രവെടി ശബ്ദത്തിലും റബ്ബർ ബുള്ളറ്റ് പ്രയോഗത്തിലും പിൻവാങ്ങാൻ നിർബന്ധിതനായപ്പോഴും കരുതൽ വിടാതെ മടക്കം. ഇനി വനത്തിൽ ഏഴാറ്റുപുറം ഗണപതി ഒറ്റയ്ക്ക്. ആചാര വൈവിധ്യങ്ങളുടെ ഉത്സവ കാഴ്ചകൾ ഒരുക്കി മച്ചാട് മാമാങ്കം ഒരിക്കൽ കൂടി ചരിത്രച്ചെപ്പിൽ. കുതിരക്കൂട്ടങ്ങൾ ആകാശവിഹായസിലമാനമാടി. പഞ്ചവാദ്യവും പാണ്ടിമേളവും തിരുവാണിക്കാവിൽ വാദ്യഗോപുരമായി. കുതിരകളിയുടെ ആരവത്തിനൊടുവിൽ കൂട്ടവെടിമുഴങ്ങി. കുതിരകൾ കാവുവിട്ട് തട്ടകങ്ങളിലെത്തി. ഇനി മാമാങ്കം 2026 തെക്കുംകര വിഭാഗം നേതൃത്വം നൽകും. സംസ്ഥാനത്ത് വീണ്ടും കാട്ടാനക്കലി. തൃശൂർ താമര വെള്ളച്ചാൽ ആദിവാസി മേഖലയിൽ 60കാരനെ കാട്ടാന ചവിട്ടിക്കൊന്നു. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ പ്രഭാകരൻ എന്ന വയോധികനാണ് കൊല്ലപ്പെട്ടത്. അടിച്ചു വീഴ്ത്തിയ ആന ചവിട്ടിക്കൊല്ലുകയായിരുന്നുവെന്ന് ആദിവാസി സമൂഹം. അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസ് രംഗത്ത്. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തം ചിന്തി സമരം. സംസ്ഥാന പ്രസിഡന്റ് മാജുഷ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ടൂറിസം രംഗത്ത് തൃശൂരിന് മറ്റൊരു വികസന കുതിപ്പുകൂടി. കലശമല ഇക്കോ ടൂറിസം പദ്ധതിക്ക് 11.74 കോടി രൂപയുടെ പുതുക്കിയ ഭരണാനുമതി. നേരത്തെ അനുവദിച്ച 10 കോടി കൊണ്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ലെന്ന വിലയിരുത്തലിലാണ് തുക കൂട്ടിയനുവദിച്ചത്. കലശമലയുടെ സമ്പൂർണ്ണ നവീകരണം ഉറപ്പാക്കുക ലക്ഷ്യം. കോർട്ട് ഫീസ് 5 ഇരട്ടിയായി വർദ്ധിപ്പിച്ച സർക്കാർ നടപടി പിൻവലിക്കണമെന്ന് ആവശ്യം. ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടിൽ നിന്ന് പിന്തിരിയണമെന്ന് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ്. വടക്കാഞ്ചേരി യൂണിറ്റ് സമ്മേളനം നടന്നു. മെമ്പർഷിപ്പ് വിതരണം ആരംഭിച്ചു. മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി യുവ അഭിഭാഷകൻ നിഖാൽ റഹ്മാൻ. പ്രാദേശിക വികസനത്തിന് പുത്തൻ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ഭരണ പ്രതിപക്ഷ കക്ഷികൾ മെറിറ്റ് പോലും നോക്കാതെ വിമർശിക്കുന്നത് അങ്ങേയറ്റം അപലപനീയമെന്ന് മന്ത്രി MP രാജേഷ്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരേണ്ടതുണ്ടെന്നും മന്ത്രി. തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി നവകേരളവും തദ്ദേശ യുവജന പ്രതിനിധികളും എന്ന വിഷയത്തിൽ ഓപ്പൺ ഫോറം നടന്നു. പുത്തൻ വികസന സംസ്കാരത്തിന് കരുത്തായി യുവസമൂഹം ഓപ്പൺ ഫോറത്തിൽ കണ്ണികളായി. കൈപ്പറമ്പ് പഞ്ചായത്തിൽ ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ക്ഷീരഗ്രാമം പദ്ധതി.
കർഷകർക്ക് കൈനിറയെ ആനുകൂല്യങ്ങളെന്ന് അധികൃതരുടെ പ്രഖ്യാപനം. ക്ഷീര കർഷകരുടെ സംശയങ്ങൾക്ക് മറുപടിയുമായി ക്ഷീരവികസന ഓഫീസർ സേവ്യർ ചിറ്റിലപ്പിള്ളി MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബജറ്റ് ജനദ്രോഹ നയങ്ങളുടെ വികല പത്രികയെന്ന് കോൺഗ്രസ്, ജനങ്ങളെ കൊള്ളയടിക്കുന്ന നിർദ്ദേശങ്ങളെന്ന് കുറ്റപ്പെടുത്തൽ, ഭൂനികുതി 50% വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കണമെന്ന് ആവശ്യം. വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ സാഗരം. അമ്പലപുരത്ത് K. അജിത് കുമാറും വടക്കാഞ്ചേരിയിൽ ഷാഹിദ റഹ്മാനും മുളങ്കുന്നത്തുകാവ് PG ജയദീപും ഉദ്ഘാടനം ചെയ്തു. കൈപ്പറമ്പിൽ C. പ്രമോദ് ഉദ്ഘാടകൻ. കയ്പമംഗലത്ത് പട്ടാപ്പകൽ ജ്വല്ലറി കവർച്ച. 3 പീടികയിൽ ഉടമയെ കബളിപ്പിച്ച് 8 പവൻ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്തു. സ്വർണ്ണ ഗോപുരം ജ്വല്ലറിയിലാണ് കബളിപ്പിക്കലും കവർച്ചയും. 6,78,000 രൂപയുടെ ബില്ല് നെറ്റ് ബാങ്കിലെ നെഫ്റ്റ് സംവിധാനം വഴി അടച്ചതായി വിശ്വസിപ്പിച്ചാണ് കബളിപ്പിക്കൽ. CCTVയിൽ പതിഞ്ഞ യുവാവിന്റെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം. പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് മുൻ വൈസ് പ്രസിഡന്റ് പാർലിക്കാട് കോമണ്ടഴികത്ത് സുകുമാരൻ അന്തരിച്ചു. കേരള NGO യൂണിയൻ ആദ്യകാല പ്രവർത്തകൻ, റിട്ടയർഡ് താലൂക്ക് സപ്ലൈ ഓഫീസർ, വടക്കാഞ്ചേരി സർക്കാർ ഉദ്യോഗസ്ഥ സഹകരണ സംഘം മുൻ വൈസ് പ്രസിഡന്റായിരുന്നു. സംസ്കാരം നടന്നു.